മീഡിയ വൺ ടീ ടൈം ദോഹ റൺ നാളെ രാവിലെ 7 മണിക്ക് ദോഹയിലെ അൽബിദ പാർക്കാണ് റണ്ണിന് വേദിയാവുക. 50-ലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിവരങ്ങളുമായി ദോഹയിൽ നിന്നും അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഒരുക്കങ്ങൾ എവിടെ വരെയായി? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം? ജിന, ടീ ടൈം ദോഹ റണ്ണിൻ്റെ 3ാമത്തെ എഡിഷൻ ഇനി മണിക്കൂറുകളേ ഉള്ളൂ ഈ റണ്ണിന് കിക്ക് ഓഫ് വിസിൽ മുഴങ്ങാൻ. ഏതായാലും ദോഹ അതിൻ്റെ എല്ലാവിധ ആവേശത്തിലുമാണ്. തുടർച്ചയായി 3ാമത്തെ വർഷമാണ് മീഡിയ വൺ ദോഹ റൺ സംഘടിപ്പിക്കുന്നത്. 800-ലേറെ ആളുകൾ ഈ റൺ രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മുടെ ഈ ദോഹയിലെ ഈ സീറിംഗ് റോഡിലുള്ള ഓഫീസിൽ വെച്ച് അവർ ജേഴ്സി ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബിറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 95% ആളുകൾ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. നാളെയാണ് നമ്മുടെ ഈ റേസ് പരിപാടി നടക്കുന്നത്. വളരെ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് കൂടിയാണ്. ഏകദേശം കഴിഞ്ഞ വർഷം മാത്രം 50-ലേറെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള റണ്ണർമാരാണ് ഈ നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഈ റണ്ണിൽ പങ്കെടുത്തിരുന്നത്. എന്ന് മാത്രമല്ല, ഇന്നിവിടെ നമ്മൾ ബിബ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സമയത്ത് ലോകത്തിൻ്റെ വിവിധ വൻകരകളിൽ നിന്ന് രാജ്യങ്ങൾ, ഖത്തറികളായിട്ടുള്ള, അതുപോലെ UK, US, അതുപോലെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ അതുപോലെ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇങ്ങനെ ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാർ നാളെ റണ്ണർമാർ, ഓട്ടക്കാർ നമ്മുടെ സ്വന്തം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ അഭിമാനപൂർവ്വമായ ഒരു പരിപാടി കൂടിയാണ് നാളത്തെ റൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരുക്കങ്ങളുടെ എൻ്റെ കൂടെ ഇതിൻ്റെ സംഘാടക സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന വളരെ സജീവമായിട്ട് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ നമ്മുടെ ഗൾഫിലെ മീഡിയ വണ്ണിൻ്റെ GM ഉണ്ട്, സവാബ്ക്കുണ്ട്. സവക്ക ഇന്ന് ഇതിനു വേണ്ടി മാത്രം ഇവിടെ എത്തിയതാണ്. എങ്ങനെയുണ്ട് സവക്ക്? നാളെയാണ് അപ്പോൾ നമ്മൾ വളരെ കാത്തിരുന്ന റണ്ണ് നടക്കാൻ പോകുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? മീഡിയ വണ്ണിൻ്റെ ദോഹ റണ്ണിൻ്റെ 3ാം എഡിഷനിൽ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നുന്നത് ഈ ഖത്തർ ഇതിനെ എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഖത്തർ എന്ന് പറയുമ്പോൾ ഒരു ഖത്തർ മാത്രമല്ല, ഖത്തറിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ, മൊത്തം സമൂഹം അതിനെ ഏറ്റെടുത്തു എന്നുള്ളത് ഈ 3ാമത്തെ എഡിഷനിൽ തന്നെ നമുക്കത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷം 50-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ ഇപ്രാവശ്യം അതിൽ കൂടുതൽ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ അത് ആവേശപൂർവ്വം പങ്കെടുക്കുന്നു. അവരിവിടെ വരുന്നു, ബിബ് കളക്ട് ചെയ്യുന്നു, അവരതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയ വണ്ണിൻ്റെ ഒരു റണ്ണിനെ ഇത്രയും ആവേശത്തോടെ ആളുകൾ ഏറ്റെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. അതെ, ഇതിനൊരു ടയറിംഗ് പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നെ നടക്കാണ്. ഇതുപോലെ സംഘാടക സമിതിയുടെ ഇതിൻ്റെ ചെയർമാൻ കൂടി നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഫുർഖ അല്ലേ, ഏകദേശം പൂർത്തിയായി അല്ലേ? അതെ, ഏകദേശം 95% വിബ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ബാക്കി കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു പരിപാടി നമ്മളൊരു ഒരു വേൾഡ് ടൂർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പല രാജ്യങ്ങളും നമ്മൾ എത്തുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളും നമ്മളെ പരിപാടിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു ഭയങ്കര, നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര റിഫ്രഷ് ആവുന്ന ഒരു പ്രോഗ്രാമാണ്. അത് മീഡിയ വൺ സംഘടിപ്പിക്കുന്നത് പറയുന്നത് നമുക്ക് ഭയങ്കര അഭിമാനം കൂടിയാണ്. അപ്പോൾ നാളെ രാവിലെ 6:00 കൂടി നമ്മുടെ പരിപാടികൾക്ക് സ്റ്റാർട്ടാവും, ആരംഭം കുറിക്കും. അതിൻ്റെ അതിൻ്റെ വാമപ്പ് സെഷനോട് കൂടി ആരംഭിക്കും. പിന്നീട് മത്സരങ്ങളാണ്. പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് മത്സരം. അഡൾട്ട് വിഭാഗത്തിന് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, അതുപോലെ 2.5 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് അത് മെയിലും ഫീമെയിലും നടക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്കായിട്ട് 2.5 കിലോമീറ്ററിൻ്റെ റണ്ണ് നടക്കും. അതുപോലെ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് 800 മീറ്ററിൻ്റെ ഒരു കോൺടെസ്റ്റ് നടക്കും. അതോടുകൂടെ സാംസ്കാരിക കലാപരിപാടികളുണ്ടാവും. അതിഗംഭീരമായി തന്നെ നമ്മൾ ഈ ഇവൻറ്റിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് മീഡിയ വണ്ണിൻ്റെ അണിയറ പ്രവർത്തകരുമുള്ളത്. ഏതായാലും ഒരു ലോകത്തിൻ്റെ മൊത്തം ഒരു പരിച്ഛേദത്തെ നാളത്തെ അൽബിദ പാർക്കിൽ നടക്കുന്ന ദോഹ റണ്ണിൽ നമുക്ക് കാണാൻ കഴിയും. ജിന.